ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് CPO അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ ടൈം കളയാതെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ 27-ാം വകുപ്പ് പ്രകാരം ആരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തെളിയിക്കപ്പെടേണ്ടത്? പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തെളിയിക്കപ്പെടേണ്ടത്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 27-ാം വകുപ്പ് പ്രകാരം ആരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തെളിയിക്കപ്പെടേണ്ടത്? പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. യാത്രാവേളകളിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വിശദമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 183. അപ്പോൾ യാത്രാവേളകളിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വിശദമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 183. കൊലപാതകത്തിനുള്ള ശിക്ഷ വിവരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 302. അപ്പോൾ കൊലപാതകത്തിനുള്ള ശിക്ഷ വിവരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 302. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി കൊലപാതകം ചെയ്താൽ എന്താണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്? വധശിക്ഷയാണ് നൽകുന്നത്. അപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി കൊലപാതകം ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കും? വധശിക്ഷ ലഭിക്കും. അധികാര ദുർവിനിയോഗം നടത്തി ഒരാളെ ട്രാഫിക്കിങ്ങിന് വിധേയമാക്കുന്നത് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 370. അപ്പോൾ അധികാര ദുർവിനിയോഗം നടത്തി ഒരാളെ ട്രാഫിക്കിങ്ങിന് വിധേയമാക്കുന്നത് വിശദീകരിക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 370. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുമെന്ന ഉദ്ദേശത്തോടു കൂടി അംഗവിക്ഷേപം നടത്തുന്നത് കുറ്റകരമാകുന്ന വകുപ്പ് ഏതാണ്? IPC വകുപ്പ് ഏതാണ്? 506. അപ്പോൾ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കളങ്കം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അംഗവിക്ഷേപം നടത്തുന്നത് കുറ്റകരമാക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 506. IPC 370-ാം വകുപ്പ് പ്രകാരം മോഷണ വസ്തു എന്നത് മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഏതുതരം വസ്തുവായിരിക്കണം? അത് ഒരു ചലിക്കുന്ന വസ്തുവായിരിക്കണം. അപ്പോൾ IPC വകുപ്പ് പ്രകാരം മോഷണ വസ്തു എന്നത് മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഏതുതരം വസ്തുവായിരിക്കണം? അതൊരു ചലിക്കുന്ന വസ്തുവായിരിക്കണം. ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുമെന്ന് പേടിപ്പിച്ച് എക്സ്റ്റോഷൻ നടത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 385. അപ്പോൾ ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുമെന്ന് പേടിപ്പിച്ച് എക്സ്റ്റോഷൻ നടത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 385. CRPC 2 Clause H വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു? അന്വേഷണത്തെക്കുറിച്ച് പറയുന്ന. അപ്പോൾ CRPCയിൽ സെക്ഷൻ 2H പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അന്വേഷണത്തെക്കുറിച്ചാണ് CRPC സെക്ഷൻ 2H പറയുന്നത്. അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലകൾ വിശദീകരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 41B ആണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലകൾ വിശദീകരിക്കുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 41B ആണ്. പോലീസിൻ്റെ അപേക്ഷ പ്രകാരം പ്രതിയുടെ ദേഹപരിശോധന നടത്തുന്നത് CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 53 പ്രകാരമാണ്. അപ്പോൾ പോലീസിൻ്റെ അപേക്ഷ പ്രകാരം പ്രതിയുടെ ദേഹപരിശോധന നടത്തുന്നത് CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 53 പ്രകാരം. CRPC 160-ാം വകുപ്പ് പ്രകാരം പോലീസിന് ആരോടാണ് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയുന്നത്? ആരോടാണ്? സാക്ഷികളോടാണ്. അപ്പോൾ CRPCയിലെ 160-ാം വകുപ്പ് പ്രകാരം പോലീസിന് ആരോടാണ് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയുന്നത്? സാക്ഷികളോടാണ് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയുന്നത്. CRPC സെക്ഷൻ 160 പ്രകാരം. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? CRPC സെക്ഷൻ 174 പ്രകാരമാണ്. അപ്പോൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അത് സെക്ഷൻ 174 വകുപ്പാണ്. CRPC സെക്ഷൻ 174 വകുപ്പ് പ്രകാരമാണ് എന്ത്? ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ 27-ാം വകുപ്പ് പ്രകാരം ആരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തെളിയിക്കപ്പെടേണ്ടത്? പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. യാത്രാവേളകളിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വിശദമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 183. കൊലപാതകത്തിനുള്ള ശിക്ഷ വിവരിക്കുന്ന IPC വകുപ്പ് ഏതാണ്?
302. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി കൊലപാതകം ചെയ്താൽ എന്താണ് ശിക്ഷയായി ലഭിക്കുന്നത്? വധശിക്ഷയാണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. അധികാര ദുർവിനിയോഗം നടത്തി ഒരാളെ ട്രാഫിക്കിങ്ങിന് വിധേയമാക്കുന്നത് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 370. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കളങ്കം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അംഗവിക്ഷേപം നടത്തുന്നത് കുറ്റകരമാകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 506 പ്രകാരമാണ്. IPC വകുപ്പ് പ്രകാരം മോഷണ വസ്തു എന്നത് മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഏതുതരം വസ്തുവായിരിക്കണം? അതൊരു ചലിക്കുന്ന വസ്തുവായിരിക്കണം. ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുമെന്ന് പേടിപ്പിച്ച് എക്സ്റ്റോഷൻ നടത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 385 ആണ്. CRPC 2H വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അത് അന്വേഷണത്തെക്കുറിച്ച് പറയുന്നു. അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലകൾ വിശദീകരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? സെക്ഷൻ 41B ആണ്. പോലീസിൻ്റെ അപേക്ഷ പ്രകാരം പ്രതിയുടെ ദേഹപരിശോധന നടത്തുന്നത് CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 53 പ്രകാരം. CRPC 160 വകുപ്പ് പ്രകാരം പോലീസിന് ആരോടാണ് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയുന്നത്? നമ്മുടെ സാക്ഷികളോടാണ്. അപ്പോൾ CRPC 160 വകുപ്പ് പ്രകാരം പോലീസിന് ആരോട് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയും? സാക്ഷികളോട് ഹാജരാകാൻ ആവശ്യപ്പെടാൻ കഴിയും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? CRPC 174 വകുപ്പ് പ്രകാരം. അപ്പോൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? CRPCയിലെ സെക്ഷൻ 174 വകുപ്പ് പ്രകാരം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യങ്ങൾ നമുക്ക് നോക്കാം.